എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ വീടുകളിലും അമ്പലങ്ങളിലുമെല്ലാം രാമായണ പാരായണത്താൽ മുഖരിതമായിരുന്നു. നമ്മൾ വളരെ ശുദ്ധിയോടെ, വൃത്തിയോടെ, ഭക്തിയോടെ രാമായണം പാരായണം ചെയ്തു. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിൻ്റെ പവിത്രതയോടുകൂടി രാമായണം പാരായണം ചെയ്തു. നമ്മൾ ശ്രീരാമനെ കാണുന്നത് വിഷ്ണുവിൻ്റെ അവതാര പുരുഷനായിട്ടാണ്. ദുഷ്ടനായ നിശാചരി രാവണനെ നിഗ്രഹിക്കാനായി ഭൂമിയിൽ അവതാരമെടുത്ത പുരുഷനാണ് ശ്രീരാമൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാമായണത്തിൻ്റെ ഈ ഒരു ആത്മീയതയെ മാറ്റി നിർത്തിയാൽ രാമായണ പാരായണം കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് അതിൽ നിന്നും സ്വാംശീകരിക്കേണ്ടത്? ഈ കാര്യമാണ് ഇന്ന് അകമ്പുറം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ കവിയും സാഹിത്യകാരനും പ്രഭാഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീകുമാർ മുഖത്തലയുണ്ട്. അദ്ദേഹത്തെ അകമ്പുറത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിനെ നമ്മളൊരു ആത്മീയ പരിവേഷം കൊടുത്താണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഈ രാമായണത്തെ സംബന്ധിക്കുന്ന ധാരാളം വ്യാഖ്യാനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരായണത്തെക്കുറിച്ചും ഒരുപാട് അരുതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് രാമായണം പാരായണം ചെയ്യുമ്പോൾ ഋതുമതികളായ സ്ത്രീകൾ പാരായണം ചെയ്യരുത്, പുലയും വാലായ്മയും ഉള്ളവർ പാരായണം ചെയ്യരുത്, അതുമല്ലെങ്കിൽ ത്രിസന്ധ്യ നേരത്ത് പാരായണം ചെയ്യരുത്, ഹനുമാൻ സ്വാമിക്ക് അത് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയുള്ള ചില അരുതുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ രാമായണത്തിനെ ശരിക്കും നമ്മൾ ഈ പാരായണം കൊണ്ട് നമ്മൾ എന്താണ് അതിൽ നിന്നും സ്വാംശീകരിക്കേണ്ടത്? ശരിയായ ഒരു വായന, രാമായണ പാരായണം എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? രാമായണം, വാൽമീകി രാമായണം എന്ന അതിൻ്റെ ഏറ്റവും ആദിമമായിട്ടുള്ള രാമായണ കൃതിയുണ്ട്. പ്രാദേശികമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് ഒക്കെ രാമായണ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം എന്ന നമ്മൾ ഉപയോഗിക്കുന്ന രാമായണം അധ്യാത്മരാമായണം. അത് അധ്യാത്മരാമായണം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നും എഴുത്തച്ഛൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതല്ല തെലുങ്ക് രാമായണത്തെക്കുറിച്ച്, തെലുങ്ക് രാമായണത്തിൽ നിന്നാണ് എഴുത്തച്ഛൻ അത് എടുത്തത് എന്ന് പറയുന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. പക്ഷേ രാമായണത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചോദിച്ചതുപോലുള്ള ഒരു തടസ്സങ്ങളും രാമായണ പാരായണത്തിന് നിലവിലില്ല. എഴുത്തച്ഛൻ അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ആർക്കൊക്കെ വായിക്കാമെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. വളരെ തിന്മയുള്ള ആളുകൾക്ക് വായിക്കാം, മാതൃഹന്താവായിട്ടുള്ള ആളുകൾക്ക് വായിക്കാം, അത്ര വലിയ പാപം ചെയ്തവന് പോലും വായിക്കാമെന്ന് എഴുത്തച്ഛൻ രാമായണത്തിൽ തന്നെ പറയുന്നു. രാമായണത്തിന് മുമ്പ് എഴുതി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹരിനാമ കീർത്തനത്തിൽ വളരെ പ്രസിദ്ധമായ കീർത്തനം ഉണ്ടല്ലോ, ഋതുവായ പെണ്ണിനും ഇരപ്പന് ദാഹകന് പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും എല്ലാവർക്കും വായിക്കാവുന്നതാണിത് എന്ന് ഏത് സമയത്തും വായിക്കാം. ഇത് എങ്ങനെയും വായിക്കാം. നമ്മളുടെ ഇഷ്ടമാണ് വായിക്കുന്നത്. വള്ളത്തോളിൻ്റെ തോണിയാത്ര എന്ന് പറയുന്ന കവിത, കവി യാത്ര ചെയ്യുമ്പോൾ അതിൽ തോണിക്കാരനായിട്ടുള്ള ആള് അക്ഷരം പഠിച്ചിട്ടില്ലാത്തയാളോ അല്ലെങ്കിൽ സുവ്യക്തമായിട്ട് രാമായണം വായിക്കാൻ പറ്റാത്തയാളോ ഉയർന്ന ശ്രേണിയിലല്ലാത്തൊരാളോ ആണ്. അദ്ദേഹം സന്ധ്യയാവുമ്പോൾ കവിയോട് ചോദിക്കുന്നു, ഞാൻ ഒരല്പം രാമായണം വായിച്ചോട്ടെ എന്ന്. അപ്പോൾ കവി പറയുന്നുണ്ട്, എന്നെ ശ്രേഷ്ഠനായിട്ട് കരുതുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അയാൾ വിളക്ക് കൊളുത്തി വെച്ച് രാമായണം വായിക്കുമ്പോൾ അയാൾ വായിക്കുന്നതിന് അക്ഷരശുദ്ധിയില്ല, ശ്രുതി ശുദ്ധിയില്ല, അങ്ങനെയൊക്കെ വായിക്കുന്നു. അപ്പോഴാണ് പ്രസിദ്ധമായി നമ്മൾ എത്രയോ തവണ ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന ആ ശ്ലോകം ഉണ്ടായത്. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് പറയുന്ന ആ ശ്ലോകം ഉണ്ടാവുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്നാണ്. രാമായണം വായിക്കുന്നതിന് അത് നിങ്ങൾ ത്രിസന്ധ്യയ്ക്ക് വായിച്ചാലും, നിങ്ങളതല്ലാതെ പുലർച്ചയ്ക്ക് വായിച്ചാലും, മധ്യാഹ്നത്തിൽ വായിച്ചാലും ഒക്കെ രാമായണം ഭാഷാപരമായി നമ്മളെ നവീകരിക്കുന്ന ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കുന്ന ഒരു ആധ്യാത്മിക കൃതി എന്ന നിലയിൽ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഉതകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കൃതിയാണ്. വേറൊന്നുകൂടിയുണ്ട്. ഈ ഹനുമാന് പ്രിയപ്പെട്ടതാവില്ല എന്ന് പറഞ്ഞല്ലോ. ഈ നമ്മളുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധ ഒരു കഥയുണ്ട്. ഹനുമാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരാൾ താഴെ ഇരുന്ന് അയാൾ വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ രാമ രാമ എന്ന് പറഞ്ഞു എന്നാണ്, ജപിച്ചു അയാൾ. അപ്പോൾ ഹനുമാൻ പാഞ്ഞു പോകുമ്പോൾ ശ്രീരാമസ്വാമിയുടെ മന്ത്രം, രാമനാമം ഇങ്ങനെ ജപിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് വന്നിട്ട് ഈ ഇരുന്ന ആളുടെ കരണ തടിച്ചിട്ട് പോയി. ശ്രീരാമൻ്റെ സന്നിധിയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ശ്രീരാമൻ്റെ കവിളിൽ ഒരു വലിയ ചുവന്ന പാട് കാണുന്നു. അപ്പോൾ രാമന് ചെറിയ ക്ഷീണം പോലും സഹിക്കാത്ത ഹനുമാൻ ഈ പാട് കണ്ടിട്ട് ഇത് ആരാണ് ഇങ്ങനെ അങ്ങയോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ഭക്തൻ രാമനാമം ജപിച്ചപ്പോൾ അതിൽ അനിഷ്ടമുണ്ടായിട്ട്
ഒരാൾ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് അയാളെ സംഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നീ തന്നെയാണ് ചെയ്തത്. എൻ്റെ നാമം ഏത് സമയത്തും ആർക്കും എങ്ങനെയും ജപിക്കാം എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു കഥയുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അതിനെ ഏതെങ്കിലും ചിട്ടവട്ടങ്ങളിൽ ഒതുക്കി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല. എഴുത്തച്ഛൻ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വിധേയമായി ജീവിച്ച ഒരാളല്ല. എൻ്റെ ചക്കിൽ 4ഉം 6ഉം ആടുമെന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് നിലവിലിരുന്ന അത്തരം സമ്പ്രദായങ്ങളെ, ഭേദബുദ്ധിയെ, ജാതി വ്യത്യാസത്തെയൊക്കെ വിപ്ലവകരമായി ചോദ്യം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. അതെ, ചാതുർവർണ്ണയം അത്തരം വലിയ വ്യത്യാസങ്ങൾ ആ കാലത്ത് നിലവിലിരുന്നു. എഴുത്തച്ഛൻ്റെ കാലമൊക്കെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലങ്ങളിലൊന്നാണ്. അത് ചരിത്രപരമായും അല്ലാതെയും ഏറ്റവും മോശപ്പെട്ട കാലമാണ്. സാഹിത്യം ഏറ്റവും ജീർണിച്ച അവസ്ഥ, മനുഷ്യജീവിതം ജീർണിച്ച അവസ്ഥ, അരാജകത്വം ഉണ്ടായിരുന്ന അവസ്ഥ ആ കാലമാണ്. അതിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാൻ എഴുത്തച്ഛൻ നടത്തിയ ബോധപൂർവമായ ശ്രമമാണ്. ഈ രാമായണത്തിലെ നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും രാമൻ, സീത, ലക്ഷ്മണൻ, ഭരതൻ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഒപ്പം നിൽക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അപ്രധാന കഥാപാത്രങ്ങളായി മാറി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഊർമിള, മണ്ഡോദരി തുടങ്ങിയവരൊക്കെ. ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ നടത്താമോ? ഈ ഊർമിള, മണ്ഡോദരി തുടങ്ങിയ കുറച്ച് അപ്രധാന കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അല്ല, രാമായണത്തിൽ ഉടനീളം വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ. അല്ല, ഉടനീളം വരുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഒരു കഥയിലും ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ പോലും ഉടനീളം വരാത്ത കഥാപാത്രങ്ങൾക്ക് അതിൽ വലിയ പങ്കുള്ള കഥാപാത്രങ്ങളില്ലേ? വാൽമീകിയെ പോലെ, വ്യാസനെ പോലെ ഉള്ള രചയിതാക്കൾ, അവരെയാണ് നമ്മൾ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കുന്നത്. രാജശില്പികളാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അനാവശ്യമായി ഒരു വാക്കുപോലും ഉപയോഗിക്കാത്ത വിധത്തിൽ സർഗശേഷിയുള്ള ആളുകളാണ്. ഒരു വാക്കുപയോഗിച്ചാൽ അതിന് ആ സ്ഥലത്ത് അതിനൊരു വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സൃഷ്ടിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യക്തിത്വമുണ്ട്. നമ്മൾ ഈ രാമായണം അരിച്ചു പിറക്കി നോക്കിയിട്ട് അതിൽ നിന്ന് ആരെയെങ്കിലും എടുത്തിട്ട് ഈ കഥാപാത്രത്തിന് എന്തോ ഒരു അപാകമില്ലേ, ഇയാൾക്ക് എന്തിനാണ് ഈ കഥാപാത്രത്തെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിക്കാൻ ഇടയാവില്ല. ഇപ്പം നമ്മൾ സമുദ്രലംഘനം നടത്തുമ്പോൾ വരുന്ന ചെറിയ ചെറിയ വാനരന്മാർ, അവർക്കൊട്ടും സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിയാൽ റോളില്ല. പക്ഷേ അതിലെ ആ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ജാംബവാൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു സ്ഥലത്ത് വന്നിങ്ങനെ കുറച്ചു നേരം സംഭാഷണം നടത്തും. പക്ഷേ അയാൾക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം നിർവഹിക്കാനുണ്ട് അവിടെ. അപ്പോൾ ഊർമിള, മണ്ഡോദരി എന്ന് പറയുന്ന 2 സ്ത്രീ കഥാപാത്രങ്ങളെ വാൽമീകി നിബന്ധിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് നമ്മളെ സൂചിപ്പിക്കാനാണ്. അങ്ങനെ വിശദമായി വർണ്ണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വാൽമീകിയുടെ മൗനം എന്നൊക്കെ നമ്മൾ പുതിയ ഭാഷയിൽ പറയുമ്പോൾ ആ വാൽമീകിയുടെ മൗനത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് CN ശ്രീകണ്ഠൻ നായർ കാഞ്ചന സീത എന്ന് പറയുന്ന നാടകം എഴുതുമ്പോൾ ആ നാടകത്തിലെ ഏറ്റവും പവർഫുള്ളായ കഥാപാത്രങ്ങളിലൊന്ന്, ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളൊന്ന് ഊർമിളയാണ്. അത്ര തന്നെ ശക്തമായൊരു കഥാപാത്രം ഭരതനാണ്. അതിനകത്തെ ഹനുമാൻ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്തിന്റെ സാകേതം എന്ന് പറയുന്ന ആ ഒരു കാവ്യത്തിലും ഊർമിളയാണ്. ഊർമിള എല്ലാ കാലത്തും കവികൾക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമാണ്. സുഗതകുമാരി ടീച്ചറിൻ്റെ വളരെ ഗൗരവമുള്ള, വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കവിത വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഊർമിളയെക്കുറിച്ച്. ഊർമിള വലിയ ത്യാഗത്തിൻ്റെ, അതേസമയം ഉള്ളിലെരിയുന്ന ഒരു കനലോടുകൂടി ജീവിച്ച, ശരിക്കും പതിവ്രതയായിട്ടുള്ള, ചോദ്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടി. ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പിൽക്കാല കൃതികളിലാണ് ആ ചോദ്യം ചെയ്യൽ വരുന്നത്. രാമായണത്തിൽ അങ്ങനെ, വാൽമീകി രാമായണത്തിൽ അങ്ങനെ നേരിട്ട് നിന്ന് ഊർമിള ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളില്ല. കാഞ്ചന സീതയിലുണ്ട്. രാമായണത്തെ പിന്നീട് വ്യാഖ്യാനിച്ച ധാരാളം പേർ ഊർമിളയ്ക്ക് അത്തരം ഒരു ശക്തി പകർന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ഊർമിളയിൽ അങ്ങനെ ഒരു അഗ്നി അടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമാകുമായിരുന്നു. കാരണം അങ്ങനെയാണ്. ഇപ്പം പലർക്കും, ഇപ്പം രാമായണത്തിൽ ത്യാഗം അനുഭവിക്കുന്ന പലർക്കും അവർ നേരിട്ടൊരു കർമ്മത്തിൽ പങ്കാളിയായതുകൊണ്ട് അനുഭവിക്കുന്ന തിന്മകൾ ധാരാളം ഉണ്ടാകും. ഇപ്പം ശ്രീരാമൻ യുവരാജാവായതുകൊണ്ടും അഭിഷേകത്തിന് നിയുക്തനായതുകൊണ്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സങ്കടം വരുന്നത്. അദ്ദേഹത്തെ വനവാസത്തിന് അയക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബഹിശ്ചര പ്രാണൻ എന്ന് പറയാവുന്ന, ബഹിപ്രാണൻ എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള പ്രാണൻ എന്ന് വിളിക്കുന്ന ലക്ഷ്മണൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഛായ തന്നെയാണ്, നിഴല് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു. സീതയാണ് ഒപ്പം നടക്കുന്നത്. അതെ, ലക്ഷ്മണനെ കുറിച്ചാണ് അദ്ദേഹം തന്നെ പറയുന്നത്, നീ എൻ്റെ ബഹിപ്രാണനാണ് എന്ന്.
നീ എൻ്റെ പുറത്തെ പ്രാണനാണെന്ന് പറയുന്നത് ശ്രീരാമൻ തന്നെ പറയുന്നതാണ്. അങ്ങനെ സീതയ്ക്ക് അങ്ങനെ ഒരു ബഹുമതി ശ്രീരാമൻ കൊടുത്തിട്ടില്ല. ലക്ഷ്മണന് ഒരു കാരണമുണ്ട്, അദ്ദേഹം ശ്രീരാമൻ്റെ കൂടെ പോകുന്നതിൻ്റെ കാരണമുണ്ട്. പക്ഷേ ഊർമിള അനുഭവിക്കുന്ന ഈ വ്യഥയ്ക്കൊരു കാരണമില്ല. അവർ ഒരിക്കലും പങ്കാളിയല്ലാത്ത ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ചേച്ചിയായ സീത ഭർത്താവിന്റെ കൂടെ പോകുന്നുണ്ട്. അതെ, ഊർമിളയ്ക്ക് പോകാൻ കഴിയുന്നത്. അവർ ഒരിക്കലും പങ്കാളിയല്ലാത്ത ഒരു കർമ്മത്തിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. നേരിട്ട് അവർ പങ്കാളിയേ അല്ല അതിൽ. ലക്ഷ്മണൻ വനവാസത്തിന് പോകുന്നതിനും 14 വർഷം അവിടെ കഴിയുന്നതിനും തിരിച്ച് രാമരാവണ യുദ്ധത്തിന് പോകുന്നതിനും തിരികെ വരുന്നതിനുമൊക്കെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാൾ താലി കെട്ടി എന്ന ഒരൊറ്റ കാരണമല്ലാതെ വേറൊരു തരത്തിലും താൻ പങ്കാളിയല്ലാത്തൊരു കാര്യത്തിൽ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. മണ്ഡോദരി അങ്ങേയറ്റം സാധ്വിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. രാവണൻ്റെ ധർമ്മപത്നിയാണ്. രാവണൻ്റെ ധർമ്മപത്നിയായിരിക്കെ അവർ രാവണനാൽ ആകർഷിക്കപ്പെട്ടവരും രാവണൻ കൊണ്ടുപോകുന്നവരുമായിട്ടുള്ള അനേകം സ്ത്രീകൾ ലങ്കയിലുണ്ട്. എല്ലാ സ്ത്രീകളും ലങ്കയിലേക്ക് രാവണൻ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, രാവണൻ്റെ ഈ പ്രഭാവത്തിൽ ആകൃഷ്ടരായിട്ട് ദേവലോകം ആക്രമിച്ചപ്പോൾ കുറേ ദേവസ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോന്നു. ഈ വീര്യം കണ്ടിട്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ വീര്യത്തിൽ ആകൃഷ്ടരായിട്ട്. അല്ലാതെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളൊന്നും അല്ല രാവണൻ. ആ കാലത്ത് അതൊന്നും ധർമ്മച്യുതി ആയിരുന്നില്ല. രാജാക്കന്മാർക്ക് അങ്ങനെയൊക്കെ ആവാം. ബഹുഭാര്യത്വം അനുവദിച്ചിരുന്നു രാജാക്കന്മാർക്ക്. അത് പ്രധാന പത്നിയായിരിക്കുന്ന ആൾക്ക് അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയില്ല. ദശരഥൻ 3 വിവാഹം കഴിച്ചുകൊണ്ട് അതൊന്നും ആ കാലത്തൊരു തിന്മയായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുകയും നിരന്തരമായി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നിരന്തരം ഉപദേശിക്കുകയും അതിൻ്റെ അന്ത്യത്തിൽ ജീവത്യാഗം ചെയ്യുകയും ചെയ്യുന്നൊരു കഥാപാത്രമാണ് മണ്ഡോദരി. അപ്പോൾ അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ രാമായണത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുന്ന സ്ഥലത്തൊക്കെ കാണുന്നില്ല എങ്കിലും ഈ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അവർ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവിഷ്കൃതമായ ഈ കൃതി ഇന്നും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം എത്രയോ കൃതികളുണ്ടായി, എത്ര മഹാകാവ്യങ്ങളുണ്ടായി, എത്ര മഹാരാജാക്കന്മാരുണ്ടായി. നമ്മളുടെ വേദേതിഹാസങ്ങളിലൊക്കെ നോക്കിയാൽ അതിപ്രതാപവാന്മാരായിട്ടുള്ള എത്ര കഥാപാത്രങ്ങളുണ്ടായി. നമ്മളവരെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. 10 അവതാരങ്ങളുള്ളതിൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയുമാണ് നമ്മൾ ആപാദം എല്ലാ സമയത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റവതാരങ്ങളും ഒക്കെ ഉണ്ട്. സാർവലൗകികമായിട്ടുള്ള ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല. നമ്മൾ അവരുടെ മറ്റ് അവതാരങ്ങളെ ഒന്നും എടുത്തിട്ട് അതിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇതിഹാസം അവരുടെ പേരിൽ ഉണ്ടായില്ല. ഈ ഇതിഹാസങ്ങൾ ഉണ്ടായത് ഈ 2 പ്രധാനപ്പെട്ട അവതാരങ്ങളെക്കുറിച്ചാണ്. അത് 2 മഹാപ്രതിഭകളായിട്ടുള്ള 2 പേർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വഴിക്ക് പോകുന്നത്. അതുകൊണ്ട് രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും അതിൽ കൃത്യമായൊരു സ്ഥാനമുണ്ട്. അവർക്ക് കൃത്യമായി ചെയ്യാനൊരു കർമ്മമുണ്ട്. അവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തെ കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കഥാപാത്രങ്ങളും രാമായണ പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തുല്യ പ്രാധാന്യമുള്ളവയാണ് എന്ന് വേണം പറയാൻ. രാമായണം എന്ന് പറയുന്നത് ഒരുപാട് ജനസ്വീകാര്യം ഏറ്റുവാങ്ങിയ ഒരു കൃതിയാണ്. മാത്രവുമല്ല, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇതിൻ്റെ പ്രധാന കഥാപാത്രമായ രാമൻ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നായകനാണ്. കാരണം പതിവ്രതയായ, വനവാസകാലത്ത് തൻ്റെ ഒപ്പം നടന്ന തൻ്റെ ഭാര്യ, ഏറ്റവും പതിവ്രതയായ സീതയെ, ഗർഭിണിയായിരിക്കുന്ന സീതയെ ഒരു പ്രജയുടെ വാക്ക് കേട്ട് ഉപേക്ഷിച്ച ആളാണ് രാമൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? രാമായണം ഏത് കാലത്താണോ എഴുതപ്പെട്ടത് ചിലപ്പോൾ അന്ന് മുതൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടാവും. കാരണം ഒരു മനുഷ്യകഥയാണല്ലോ. അത് അവതാരമായിട്ടുള്ള രാമൻ്റെ കഥയായിരിക്കെ, അത് ദൈവത്തിൻ്റെ കഥയായിരിക്കെ, അവതാരത്തിൻ്റെ കഥയായിരിക്കെ, രാമൻ ഈശ്വരനാണ് എന്ന് നമ്മൾ വിശ്വസിക്കെ തന്നെ അതൊരു മനുഷ്യൻ്റെ കഥയും കൂടെയാണ്. പ്രത്യേകിച്ചും വാൽമീകി രാമായണത്തിൽ. മറ്റു രാമായണങ്ങളിൽ പലതരം അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ സീതയാണ് ഈ അഗ്നിപ്രവേശത്തിന് അയക്കുന്നത്. അതുപോലെ അങ്ങനെ അങ്ങനെ സീതയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ പല അതിന് ആ തരത്തിൽ ഭക്തി മാത്രം ലക്ഷ്യം വെച്ച് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുത്തച്ഛൻ ആ തരത്തിലുള്ള ഒരുപാട് അതിനെ കുറച്ച് വളവുകളൊക്കെ ഉണ്ടാക്കി ഭക്തി
വ്യക്തിയെ പ്രധാനമാക്കി നിർത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. കമ്പരാമായണത്തിലാവുമ്പോൾ കഥ വേറൊന്നാണ്. പക്ഷെ വാൽമീകി രാമായണം നമ്മൾ ആധാരമാക്കി എടുക്കുമ്പോൾ അതൊരു മനുഷ്യ മഹാഗാഥയാണ്. ശ്രീരാമൻ എന്ന കഥാപാത്രത്തെ അന്വേഷിച്ചു പോകുന്നത് തന്നെ ഏറ്റവും മാതൃകാപരമായി ജീവിക്കുന്ന ഒരാളെ കുറിച്ച് എനിക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ അധ്യാത്മ രാമായണത്തിലുള്ള അത്രയും സ്തുതി, രാമസ്തുതികൾ വാൽമീകി ഇല്ല രാമായണത്തിൽ ഇല്ല ഇല്ല അതിൽ ശ്രീരാമൻ അവതാരമാണ് എന്ന് വാൽമീകി തന്നെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീരാമനോട് പറയുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ അത് അംഗീകരിക്കുന്നില്ല. പകരം ശ്രീരാമൻ പറയുന്നത് ഞാൻ ദാശരഥിയായ രാമനാണെന്നാണ്. നിങ്ങൾ ഈ പറയുന്നത് ശരിയായിരിക്കും, എനിക്കതിൽ താല്പര്യമില്ല എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണം ഒരു മനുഷ്യന്റെ കഥയാണ്. അപ്പോൾ ആ തന്നെ മനുഷ്യ സഹജമായ ദൗർബല്യം മാത്രമല്ല, ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് ഏറ്റവും മാതൃകാപരമായി ജീവിച്ചിട്ടുള്ള ഒരാളെ എനിക്ക് വേണം എന്നാണ്. നമ്മളുടെ കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ കൃതജ്ഞൻ ധർമ്മനിരതൻ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 66 ഗുണങ്ങളോ മറ്റോ ഉള്ള ഒരാളെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് നാരദൻ പറയുന്നത് ഇക്ഷ്വാകു വംശപ്രഭോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ പറഞ്ഞ രാമൻ എന്നു പേരായ ഒരാൾ ഇങ്ങനെ ഉണ്ട്, നിനക്ക് അദ്ദേഹത്തെക്കുറിച്ച് കാവ്യം എഴുതാം എന്നാണ്. അതിലടങ്ങിയിട്ടുണ്ട് സകലതും. മാതൃകാപരമായി ജീവിക്കുന്ന ഒരാളെ തേടിപ്പോയാൽ അയാൾ അനുഭവിക്കുന്ന മഹാസംഘർഷങ്ങൾ കൂടി അടങ്ങിയിട്ടാണ് മാതൃകാപരമായ ജീവിതം. മാതൃകാപരമായ ജീവിതം എന്നാൽ നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത, ഒരു തരത്തിലും ജീവിതത്തിൽ പാളിച്ചകൾ പറ്റാത്ത ഒരാളല്ല. എല്ലാ പാളിച്ചകളും പറ്റുമ്പോഴും അവനവൻ്റെ ഒരു ആദർശമുണ്ടെങ്കിൽ ആ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി നടത്തുന്ന കഠിന പരിശ്രമങ്ങളാണ് രാമായണത്തിലെ രാമൻ്റേത്. പ്രജാഹിതം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിലാണ് വിശ്വാസം. ആദ്യം മുതൽ അദ്ദേഹം പല സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്, ഈ പ്രജാഹിതമാണ് വേണ്ടത്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രജാഹിതം എന്ന് പറയുന്നത് അത് ഒരലക്കുകാരൻ പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരലക്കുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ നിന്ന് ഒരാളിൽ നിന്നുണ്ടായതാവാനല്ലല്ലോ സാധ്യത. ചാരന്മാരാണ് വന്ന് പറയുന്നത്. ആ ചാരന്മാർ വന്ന് പറയുന്നത് ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചാരന്മാർ എത്രയോ പേരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവാം അത്. അപ്പോൾ ഒരു സമൂഹത്തിൽ അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു അപവാദ കഥയിൽ അദ്ദേഹം എടുക്കേണ്ടിയിരുന്ന നിലപാട് എന്താണ് എന്ന് നമുക്ക് നമ്മുടെ നിലപാടിൽ നിന്നുകൊണ്ട് പറയാം. പക്ഷെ ആ കഥാപാത്രം എടുക്കുന്ന നിലപാടാണ് പ്രധാനം. ആ കഥാപാത്രം എടുക്കുന്ന നിലപാട് ഇവർ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം എല്ലാ സഹോദരന്മാരെയും വിളിച്ചു വരുത്തുകയാണ്. എല്ലാ സഹോദരന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു കഥ പ്രചരിക്കുന്നു. രാമൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ രാജാവായിരിക്കുമ്പോൾ എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ആൾക്ക് കളങ്കത്തിൻ്റെ ഒരു ശകലം പോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എൻ്റെ ഈ തീരുമാനത്തെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി എൻ്റെ സഹോദരന്മാരല്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു സംഘർഷം അതിനകത്ത് നടക്കുന്നുണ്ട്. അതിലെ നായക കഥാപാത്രത്തിൻ്റെ സംഘർഷമാണ്. ആ സംഘർഷമാണ് അദ്ദേഹത്തെ അത് ഉപേക്ഷിപ്പിക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ആ കഥാപാത്രത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്നതാണ് വാൽമീകിയുടെ വിജയം. നമ്മൾ വിശ്വസിക്കുന്ന നേതാവായാലും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനായാലും സകല സമ്പൂർണന്മാരായിട്ടുള്ള ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. ശ്രീരാമൻ അങ്ങനെ സകല ഗുണപൂർണ എന്ന് പറയുന്ന സകല ഗുണപൂർണനായിട്ടുള്ള ഒരാളായിട്ട് സങ്കല്പിക്കുമ്പോൾ തന്നെ സകല ഗുണങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. ഉള്ളൂർ ചിത്രശാല എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് സീതയെക്കുറിച്ചാണ് ആ കവിത. അതിനകത്ത് 5 പ്രധാനപ്പെട്ട ഭാരതീയ സ്ത്രീകളെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയും രാമൻ സ്വാർത്ഥതൽപരനാണ് എന്ന് ആളുകൾ പറയുന്നു, തനിക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്തതെല്ലാം, തൻ്റെ കീർത്തി നിലനിർത്താനാണ് ചെയ്തതെല്ലാം എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഉടനെ പറയും സൂര്യനിൽ തന്നെ എത്ര കറുത്ത പാടുകളുണ്ട് എന്ന്. സൂര്യനിൽ തന്നെ എത്ര കറുത്ത പാടുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു വാചകവും കൂടെ പറയും പുരുഷന്മാർ അപൂർണന്മാരാണ് എന്ന്. സീത പൂർണ്ണയാണ്. സീത പൂർണ്ണയായിരിക്കെ തന്നെ രാമൻ അപൂർണനാണ്. രാമൻ അപൂർണനാവുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നടുമുറി ആയതുകൊണ്ടാണ്. രാമായണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു നടുമുറിയാണ്, അതൊരു ക്രോസ് സെക്ഷനാണ്. അതിനകത്ത് രാമൻ ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് രാമനെ വിമർശിക്കാം, രാമനെ വിമർശിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത്, രാമനെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വിമർശിക്കുന്നു എന്നാണ്. ഒരു കഥാപാത്രം എന്ന നിലയിൽ രാമൻ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, ലക്ഷ്മണൻ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്,
ഭരതൻ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, സീത നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നമ്മളിൽ അടങ്ങിയിട്ടുണ്ട്, ഓരോ കഥാപാത്രങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ തന്നെയാണ്. നമ്മളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളിലുള്ള പല പല മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന വികാര വിചാരങ്ങളുടെ ഏറിയോ കുറഞ്ഞോ ഉള്ള സങ്കലനങ്ങളും പിരിയലും ചേർന്നിട്ടുള്ളതാണ് രാമായണ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ രാമവിമർശനത്തെ നമ്മൾ ആ തരത്തിൽ ആരോഗ്യകരമായി കാണണം. നമ്മുടെ സമകാലിക കേരളത്തിലും സമകാലിക ഭാരതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം, രാമൻ അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും രാഷ്ട്രീയ ആയുധമായി മാറുന്നു എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് നടക്കുന്ന വിമർശനങ്ങൾക്ക് ഈ പറയുന്ന സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള വിമർശനങ്ങളല്ല, പകരം അതത് ഇനിയിപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരായാലും പ്രതികൂലിക്കുന്നവരായാലും അതത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമനെ കാണാൻ ആരംഭിക്കുന്നു. പക്ഷേ വാൽമീകിയുടെ രാമനെ വിമർശിക്കുന്നത് കൊണ്ടും വാൽമീകിയുടെ രാമനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും വാൽമീകിയുടെ രാമനെ ആരാധിക്കുന്നത് കൊണ്ടുമൊക്കെ നമ്മളുടെ മനസ്സ് വിമലീകരിക്കപ്പെടുകയുള്ളൂ. രണ്ടും, രാമായണം വായിക്കുന്ന ഒരാൾ, ആഴത്തിൽ വായിക്കുന്ന ഒരാൾ രാമനെ വിമർശിക്കുകയും വേണം, രാമനെ ആരാധിക്കുകയും വേണം. ഇത് ആദ്യം മുതൽ അവസാനം വരെ ജീവിതത്തിൽ സംഘർഷങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു നായക കഥാപാത്രമാണ്. കുട്ടിയായി 14-ാമത്തെ വയസ്സിൽ വനത്തിലേക്ക് യാഗരക്ഷയ്ക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സാമീപ്യത്തിൽ നിന്ന് വേറിട്ട് ഒരാളുടെ കൂടെ, ഒരു പരിചയവും ഇല്ലാതിരുന്ന ഒരാളുടെ കൂടെ യാഗരക്ഷയ്ക്ക് പോയി. ഭാവിയിൽ താൻ അനുഭവിക്കാൻ പോകുന്ന വനയാത്രയുടെ മുന്നോടിയായിട്ടായിരിക്കും അതങ്ങനെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പെണ്ണിനെ കൊന്നയാളിലെന്ന് പേരുദോഷൻ രാമനുണ്ട് എന്ന് പറയുന്നത് പോലെ താടകയെ വധിക്കേണ്ടി വരുന്നു. അഹല്യയ്ക്ക് അതേസമയം തന്നെ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അതേസമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഈ 14 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്വയംവരം നടക്കുന്നു. സ്വയംവരം നടന്ന് തിരിച്ചു വരുമ്പോൾ പരശുരാമനുമായിട്ട് ഏറ്റുമുട്ടുന്നു. തിരിച്ച് നാട്ടിലെത്തി താമസം തുടങ്ങി യുവാവാകുമ്പോഴേക്ക് രാജാധികാരത്തിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് അത് ഉപേക്ഷിക്കപ്പെട്ട് വനത്തിലേക്ക് പോകേണ്ടി വരുന്നു. വനത്തിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥമായിട്ടല്ല ജീവിക്കുന്നത്, അനേകം ശത്രുക്കളുമായിട്ടും ആക്രമിക്കാൻ വരുന്നവരുമായിട്ടും യുദ്ധം ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നെ ഭാര്യയെ അന്വേഷിച്ച് നടപ്പാണ്. ഭാര്യയെ അന്വേഷിച്ച് നടക്കുമ്പോൾ വേറൊരു കൂട്ടുകെട്ടുണ്ടാവുന്നു. അത് കഴിഞ്ഞ് എത്രയോ അന്വേഷണങ്ങളും സമുദ്രലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഒരു മഹായുദ്ധം നടക്കുന്നത്. ആ മഹായുദ്ധം നടന്ന് ജയിച്ചു വരുന്നു. ജയിച്ചു വരുമ്പോൾ വീണ്ടും മനുഷ്യനാണ്. വീണ്ടും അപ്പോൾ ഇത്രയും കാലം വേറൊരാളുടെ കൂടെ കഴിഞ്ഞ ഭാര്യയെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള ഉള്ളിലെ തോന്നലാണ് ഈ അഗ്നിശുദ്ധി വരുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അലട്ടലകത്ത് കിടക്കുന്നു, അഗ്നിശുദ്ധി വരുത്തുന്നു. അപ്പോഴത്തേക്ക് ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധിയായില്ലേ. ഭാര്യ സീത സകല ഗുണപൂർണേ എന്ന് രാമൻ തന്നെ വിളിക്കുന്നുണ്ട് 24 വൃത്തത്തിൽ. സകല ഗുണപൂർണേ പുനരെവിടെ പോയി നീ അരികിൽ മമ വാവ എന്ന് പറയുന്നുണ്ട്. ആ സകല ഗുണപൂർണയായിട്ടുള്ള സീതയ്ക്ക് രാമനിൽ സത്യം പറഞ്ഞാൽ പതിവ്രതയായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു അവിശ്വാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അസ്വസ്ഥമായൊരു ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപവാദം കേൾക്കുകയും വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഭാര്യ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നില്ല, പകരം ഈ ഉപേക്ഷിച്ചു പോയതിൻ്റെ നീറ്റലിൽ കഴിയുകയാണ്. ആ നീറ്റലിൽ കഴിഞ്ഞിട്ട് പിന്നീട് നടക്കുന്ന അശ്വമേധയാഗം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭാര്യയെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാഞ്ചന സീതയാണ് അവിടെ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനത്തിൽ സകലതും ഉപേക്ഷിച്ച് ഒറ്റമുണ്ടുടുത്ത് നടന്ന് സരയൂ നദിയുടെ തീരത്തെത്തി സഹോദരന്മാരെ ഉൾപ്പെടെ സകലതിനെയും ഉപേക്ഷിച്ചിട്ട് സരയൂ നദിയുടെ തീരത്തെത്തി മെല്ലെ മെല്ലെ സരയൂ നദിയിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷനായി പോവുകയാണ്. ആ നായക കഥാപാത്രത്തിന് ഇത്തരം സംഘർഷങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാമായണത്തിൽ രാമവിമർശനങ്ങൾ ഉണ്ടാവണം. ഓരോ രാമവിമർശനവും വാൽമീകിയെ അറിയാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ്. ഓരോ സീതാസ്തുതിയും വാൽമീകിയെ അറിയാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ്. നമ്മൾ വാൽമീകിയെ അറിയാൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാമനെ വിമർശിച്ചു എന്നാൽ അത് രാമഭക്തിയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് വേണം കരുതാൻ. ശരിക്കും ഈ രാമൻ ഇത്രയും സംഘർഷം അനുഭവിക്കുന്നത് രാമന്റെ വനയാത്രയ്ക്ക് തൊട്ട് മുമ്പ് ദശരഥൻ കൈകേയി ദശരഥനോട് പറയുന്നതുമൊക്കെയാണ്. കൈകേയി പ്രേരിപ്പിക്കുന്നത് മന്ധര എന്ന് പറയുന്ന കൈകേയിയുടെ തോഴിയാണ് അല്ലേ. ഈ മന്ധര അന്ന് കൈകേയിയെ പ്രേരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ രാമായണത്തിന്റെ ഗതി മറ്റൊന്നാവില്ലായിരുന്നോ? മന്ധര എന്നൊരു കഥാപാത്രം ഇല്ലെങ്കിൽ രാമായണം മുമ്പോട്ട് പോവില്ല. രാമായണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവരും അത് പറയും. കാരണം ആ കഥാപാത്രം രാമായണത്തിൽ അങ്ങനെ അതുവരെ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു കഥാപാത്രമാണ്. കേകയ രാജ്യത്ത് നിന്ന് കൈകേയി എന്ന രാജകുമാരി വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവരുടെ അമ്മ അയച്ചതാണ്.
ഒരു പക്ഷേ ഇവരൊരു വളരെ ശുദ്ധയായിട്ടുള്ള സ്ത്രീയായിരുന്നു കൈകേയി. രാമനോട് സ്വന്തം മകനോടുണ്ടായിരുന്നതിലും അധികം സ്നേഹമുണ്ടായിരുന്ന, ദശരഥന് അത്യധികം പ്രിയമുണ്ടായിരുന്ന പത്നിയാണ്. അതുകൊണ്ട് മറ്റു രണ്ട് പത്നിമാർക്കും കുറച്ചൊരു അകൽച്ചയും ഉണ്ടായിരുന്നു അവരോട്. അവർ വളരെ സിമ്പിളായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. പക്ഷേ ഒരു പക്ഷേ കൈകേയിയുടെ അമ്മയ്ക്ക് അത് അറിയാവുന്നത് കൊണ്ട് ഇവരെ വേണ്ടൊരു സമയത്ത് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മന്ധരയെ അയച്ചതായിരിക്കും. രാമാഭിഷേക വാർത്ത പൗരന്മാർ പറഞ്ഞിട്ടാണ്, പൗരപ്രമുഖന്മാർ പറഞ്ഞാണ് ഈ അമ്മമാരറിയുന്നത്, ദശരഥൻ പറഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ മന്ധര കയറി ചെല്ലുമ്പോൾ കൈകേയി മന്ധരയ്ക്കൊരു വലിയ രത്നഹാരമാണ് കൊടുക്കുന്നത്. എൻ്റെ മകൻ രാമൻ ഇതാ രാജാവാകാൻ പോകുന്നു. എൻ്റെ മകൻ എന്നാണ് പറയുന്നത്. എൻ്റെ മകൻ എന്നാണ് പറയുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ രാമൻ ഇതാകുന്നു. അപ്പോഴാണ് ഈ രത്നമാല വലിച്ചെറിഞ്ഞ് തറയിൽ ഉടച്ചുകൊണ്ടാണ് നാടകീയമായിട്ട് മന്ധര അവരുടെ ശരിയായ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്നത്. നാടകീയ രംഗമാണ്. ഇത്രയും ആഹ്ലാദത്തോടുകൂടി കൊടുക്കുന്ന ഒരു രത്നമാല സാധാരണഗതിയിൽ ഒരു ദാസിയായി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടാൻ ആവശ്യമായ സമ്പത്ത് അതിലുണ്ട്. അവരത് നിലത്തെറിഞ്ഞുടച്ചിട്ടാണ് കൈകേയിയോട് പറയുന്നത്, നീ പറയുന്നത് ശരിയല്ല, നിന്റെ ജീവിതം അരക്ഷിതമാവാൻ പോവുകയാണ്, നീ കൗസല്യയുടെ ദാസിയാവാൻ പോവുകയാണ്, നിന്റെ മകൻ അടിമയാവാൻ പോവുകയാണ്, നിന്റെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോഴും കൈകേയി അതിന് വശപ്പെടുന്നില്ല. അപ്പോഴും കൈകേയി പറയുന്നത്, നീ പറയുന്നത് നിനക്ക് ഭ്രാന്താണ്, നീ പറയുന്നത് അല്ല ശരി, എൻ്റെ രാമൻ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല, എനിക്ക് എൻ്റെ മകൻ ഭരതനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ് രാമൻ. അവർ വീണ്ടും പക്ഷേ അപ്പോഴത്തേക്ക് മന്ധര പുതിയ പുതിയ മാർഗങ്ങൾ പറഞ്ഞാണ് അവരെ ഈ ദശരഥനോട് വരങ്ങൾ ചോദിക്കണം. വരം ഓർമ്മിപ്പിക്കുന്നത് പോലും മന്ധരയാണ്. മന്ധര ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വനവാസത്തിനൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഈ ശ്രീരാമനെ കാണാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ, ചിത്രകൂടത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ മന്ധരയുണ്ട്. അപ്പോൾ മന്ധരയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീരാമൻ തന്നെ തടയുന്നുണ്ട്, അവരെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്, അവരവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അത്ര വരെ വെച്ചിട്ട് മന്ധര അപ്രത്യക്ഷമാവുകയാണ്. അവർക്കിതിൽ ചെയ്യാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കർമ്മം ഇതാണ്. അവരത് ചെയ്തിട്ട് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കഥാപാത്രം രാമായണത്തിലെ ഒരു അപൂർവ സൃഷ്ടിയാണ്. അത് വാൽമീകി രാമായണത്തിൽ നമ്മളിപ്പോൾ ഇത്ര പെട്ടെന്ന് പറഞ്ഞു തീർത്തെങ്കിലും വാൽമീകി രാമായണത്തിൽ അത്ര പെട്ടെന്ന് പറഞ്ഞു തീരുന്നൊരു കാര്യമല്ല. അത് ശരിക്കും വാൽമീകി കാര്യമായിട്ട് അതിനെ ആ സന്ദർഭത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ആ വാദപ്രതിവാദത്തെ അങ്ങനെ ശക്തമായി നിർത്തി അതെങ്ങനെയാണ് ഒരു മറ്റൊരാളിലേക്ക് നമ്മൾക്കൊരു തിന്മ നിറഞ്ഞ വിചാരത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്നത്, അത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് കാണിച്ചു തരാൻ കൃത്യമായി ഉപകരിക്കുന്നുണ്ട് ആ കഥാപാത്രം. നേരത്തെ സാർ ഈ പദസമ്പത്തെക്കുറിച്ച് പറഞ്ഞു. രാമായണത്തിൽ അനേകായിരം വാക്കുകളാണ് രാമായണത്തിലുള്ളത്. രാമന്റെ തന്നെ അനേകം പര്യായങ്ങൾ, അതും ചേർത്ത് പിരിച്ചല്ല പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും. അപ്പോൾ ആ വാക്കുകൾ മുറിച്ചു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു മലയാളത്തിനോടൊരു പദത്തിൻ്റെ സമ്പത്ത് നമ്മുടെ മനസ്സിനകത്തുണ്ടാകും. അതുപോലെ തന്നെയാണ് നമുക്ക് എവിടെങ്കിലും ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ തട്ടും തടവും ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു രാമായണം സ്ഥിരമായിട്ട് തെറ്റുകൾ കൂടാതെ വായിക്കുന്ന ഒരാൾക്ക്. അതേക്കുറിച്ചൊന്ന് പറയാമോ? രാമായണത്തിന് ഒരു ലൗകിക പ്രയോജനമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചോദ്യം. രാമായണത്തെ ഒരു ആധ്യാത്മിക ഉത്കർഷത്തിന് വേണ്ടിയിട്ടുള്ള കൃതിയായിട്ടാണ് സാധാരണഗതിയിൽ കരുതപ്പെടുക. പക്ഷേ രാമായണത്തിനൊരു ഭൗതിക പ്രയോജനമുണ്ട്, അതൊരു ലൗകിക പ്രയോജനമുണ്ട്. അത് ഭാഷാപരമായിട്ടുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ പ്രയോജനം. എഴുത്തച്ഛന് മുമ്പുണ്ടായിരുന്ന മലയാളം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. എഴുത്തച്ഛന് മുമ്പുണ്ടായിരുന്ന മലയാളത്തിൻ്റെ ഒരു കൃത്യമായ എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ പരിണാമം മനസ്സിലാക്കിയാൽ നമുക്കത് പിടികിട്ടും. ഇപ്പോൾ രാമകഥപ്പാട്ട് എന്നൊക്കെ പറയുന്ന കൃതി, രാമചരിതം എന്ന് പറയുന്ന കൃതിയൊക്കെ വരുമ്പോൾ അതൊക്കെ തമിഴ് കലർന്ന മലയാളമാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോവളം കവികളുടെ ഏതാണ്ട് തമിഴ് കലർന്നതാണ്. അതെ, അവർ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുമ്പോൾ കണ്ണശരാമായണം വരുന്നു. കണ്ണശരാമായണം വരുമ്പോൾ കുറച്ചുകൂടി കണ്ണശന്മാരുടെ കൃതികൾ, കണ്ണശരാമായണം, കണ്ണശഭാരതം, ഭാഷാ ഭഗവത്ഗീത, മലയൻകീഴ് താമസിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നത്, മലയൻകീഴ് മാധവൻ. അപ്പോൾ ഈ മൂന്ന് കണ്ണശ കവികൾ, ആ കണ്ണശരാമായണം എന്ന് പറയുമ്പോൾ അതിനകത്തെ പ്രത്യയങ്ങൾ പലതിന് തമിഴാണ് അതിനകത്ത്. പക്ഷേ എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ തമിഴിൽ നിന്ന്, തമിഴിൻ്റെ പ്രത്യയങ്ങളിൽ നമ്മൾ മോചിതരായിട്ട് മലയാളത്തിന് സ്വന്തം പ്രത്യയമുണ്ടാകുന്നു, സ്വന്തം ഭാഷാഘടന ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതിനെയൊക്കെ നമ്മൾ സമസ്ത പദം എന്നാണല്ലോ പറയുക, പല പദങ്ങൾ ചേർന്നിട്ട് ഒരു പദം ഉണ്ടാവുക. ആ പല പദങ്ങൾ ചേർന്നൊരു പദമുണ്ടാവുമ്പോൾ അത് നമ്മൾ പിന്നീട് വിഗ്രഹിച്ചാണ് അതിനെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി അത് നമുക്കൊരു അർത്ഥത്തിൻ്റെ ശബ്ദം കൊണ്ട് അതൊരു ധ്വനി കൂടി ഉണ്ടാക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ ആദ്യത്തെ അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ വരുന്ന രണ്ട് സമസ്ത പദങ്ങളുണ്ട്. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ നിന്ന് എടുത്തതാണ്. ചില്ലിജങ്കാരനാഥ മണ്ഡിതം, വണ്ടിൻ്റെ മൂളൽ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ പദങ്ങൾ കൊണ്ട് എഴുത്തച്ഛൻ അത്തരം ശബ്ദങ്ങൾ, എഴുത്തച്ഛൻ നമുക്ക് ലിപി ഉണ്ടാക്കി തന്നു എന്ന് പറയും. ആ അക്ഷരങ്ങളെ നമ്മൾ കാണേണ്ടത്, ആ അക്ഷരങ്ങളെല്ലാം ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങൾ, എഴുത്തച്ഛൻ ഈ ശബ്ദങ്ങളെ നമുക്ക് വേണ്ടി വിവിധ ഭാഷകൾ സന്ദർശിക്കുകയും അവിടെ പരിചയപ്പെടുകയും അതിൽ നിന്നെല്ലാം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്ത് എഴുത്തച്ഛൻ ഈ ശബ്ദങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത്. ആ ശബ്ദങ്ങളാണ് ഈ സമസ്ത പദങ്ങളിലൂടെ നമുക്കിങ്ങനെ വളരുകയും വികസിക്കുകയും ചെയ്തത്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, എഴുത്തച്ഛൻ അത് പച്ചമലയാളത്തിൽ എഴുതാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പക്ഷേ അവിടെ അത് വളരെ അത്യാവശ്യമാണ്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാപരമായിട്ടുണ്ടാകുന്ന അതിൻ്റെ ധ്വനി വളരെ പ്രധാനമാണ്. എഴുത്തച്ഛൻ ആ ഭാഷയുടെ ധ്വനിയെ ഉപയോഗിച്ച ആളാണ്. നമ്മൾ രാമായണം ഉറക്കെ വായിക്കുമ്പോൾ രാമായണത്തിൻ്റെ ഭാഷ എന്നത് നമ്മളെ ആകർഷിക്കുന്നത് ഇതുകൊണ്ടുകൂടിയാണ്. സുന്ദരകാണ്ഡത്തിൽ വായിക്കുമ്പോൾ ഉടൽ കടുകിനോട് സമം എന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ത എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതീതിയുണ്ട്. ഉടൽ കടുകിനോളമായി എന്ന് പറയുന്നത്. ആകുഞ്ചിതാഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടിനാൻ എന്ന് പറയുമ്പോൾ ആകുഞ്ചിതാഘ്രി, ഉയർത്തിപ്പിടിച്ച കഴുത്ത്, ഊർധ്വനയനായി കണ്ണുകൾ മേലോട്ട് നിർത്തി. ഹനുമാന്റെ ലങ്കയിലേക്കുള്ള ചാട്ടം എന്നത് നമുക്ക് വെറുതെ ഒരാൾ ചാടി എന്ന് പറയാവുന്ന തരത്തിലല്ല. ആ ചാട്ടത്തിനൊരു അസാമാന്യമായ ഗൗരവമുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരാനാണ് അത്തരം പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. അർത്ഥത്തിന് അസാമാന്യമായ ഗൗരവവും ആഴവും സാന്ദ്രതയും ഉണ്ടാക്കുന്ന കാര്യത്തിൽ എഴുത്തച്ഛൻ വിജയിച്ചു. അതാണ് എഴുത്തച്ഛൻ ഭാഷാപരമായി മലയാളിക്ക് നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയേറെ ശബ്ദങ്ങളെ നമ്മളുടെ സാമാന്യ ജീവിതത്തിൽ നമുക്ക് സന്നിവേശിപ്പിക്കാമെന്ന്, നമ്മളുടെ ഭാഷയിൽ ഇത് കൃത്യമായി പറഞ്ഞ് ശീലിക്കുന്ന ആളെ സംബന്ധിച്ച് ലോകത്തെ ഏത് ഭാഷയും അനായാസം സംസാരിക്കാൻ പറ്റും. അധ്യാത്മരാമായണം കൃത്യമായിട്ട് ഉച്ചാരണം തെറ്റാതെ വായിക്കുന്ന ഒരാൾക്ക് ലോകത്തെ ഏത് ഭാഷയും അനായാസം സംസാരിക്കാൻ പറ്റും. അത്രയേറെ ശബ്ദങ്ങളുണ്ടതിൽ. പണ്ടൊക്കെ സുന്ദരകാന്ഡം വായിക്കുന്നവന് മാത്രമേ പെണ്ണ് കൊടുക്കൂ എന്ന് പറയും. സുന്ദരകാന്ഡം വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അഖില കപികുലബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം എന്നൊക്കെ പറയണമെങ്കിൽ അത് ആ അഖില കപികുലബലം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആ വൃത്തം തന്നെ അങ്ങനെയാണ്. സുന്ദരം എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യം കൊണ്ട്, വാനരന് സുന്ദരൻ എന്ന് പറയുന്ന ഒരു പര്യായമുള്ളത് കൊണ്ട്, ഹനുമാനാണ് അതിലെ നായകൻ ആ സുന്ദരകാന്ഡത്തിലെ. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ആ തരത്തിലെല്ലാം ഭാഷാപരമായി എഴുത്തച്ഛൻ നമ്മൾ വിചാരിക്കാത്ത അത്ര സ്വാധീനം നമ്മളിൽ ചെലുത്തി. എഴുത്തച്ഛൻ സൃഷ്ടിച്ച് കണക്കുണ്ടാക്കി എന്ന് നമ്മൾ പറയുന്ന മലയാളമാണ് ഇന്ന് നമ്മൾ പറയുന്ന മലയാളം. അതിന് എഴുത്തച്ഛനെ വായിക്കാത്തവരും എഴുത്തച്ഛനെ വായിക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരും ഒക്കെ പറയുന്ന മലയാളം എഴുത്തച്ഛൻ ക്രമപ്പെടുത്തി കണക്കുണ്ടാക്കി നമ്മുടെ കയ്യിൽ തന്ന മലയാളമാണ്. നമ്മൾ ഓരോ തവണയും രാമായണം വായിക്കുന്നു, ഓരോ വർഷവും കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നു. ഈ വായനയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ അവശേഷിപ്പിക്കേണ്ടത്? നമ്മൾ എന്താണ് രാമായണത്തിൽ നിന്നും എടുക്കേണ്ടത്? ആ ചോദ്യം എല്ലാവരും രാമായണം വായിക്കുമ്പോൾ അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും കൂടെയാണ്. അതിന് ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു ഉത്തരമാവില്ല വേറൊരാൾക്ക് തോന്നുന്ന ഒരു ഉത്തരം. എനിക്ക് തോന്നുന്ന ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം കുറച്ചൊക്കെ മെക്കാനിക്കലായി പോകുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചൊക്കെ യാന്ത്രികമാണ്. നമുക്ക് ഒരു അനുഷ്ഠാനത്തിൻ്റെ സ്വഭാവം അതിന് കൈവന്നിട്ടുണ്ട്. നമ്മൾ ഈ എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന അത്രയ്ക്കൊരു വിശ്വാസത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ പല അനുഷ്ഠാനങ്ങളും, നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഉൾപ്പെടെ നമ്മളതൊരു അനുഷ്ഠാനമാണ്. അപ്പോൾ അത് നമ്മൾ യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ പൂവെടുക്കാൻ പറയുന്നു, നമ്മൾ പൂവെടുക്കുന്നു. അടുത്ത വെള്ളം എടുക്കാൻ പറയുന്നു, വെള്ളം എടുക്കുന്നു. അപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നടക്കുന്ന രാമായണ പാരായണത്തിലും ധാരാളം സ്ഥലങ്ങളിൽ അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ വരുന്നുണ്ട്. അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കാര്യമെന്ന നിലയിൽ. പക്ഷേ രാമായണം ശരിയായി വായിക്കുന്ന ഒരാൾക്ക്, എഴുത്തച്ഛൻ്റെ രാമായണം തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ രണ്ട് തരത്തിലാകട്ടെ. വാത്മീകി രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥയും എഴുത്തച്ഛൻ്റെ കൃതി വായിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയും രണ്ട് തന്നെയാണ്. എഴുത്തച്ഛൻ്റെ കൃതി പൂർണ്ണമായിട്ടും അസാമാന്യമായ ഭക്തിയുടെ ഒരു പ്രകാശനമാണ്.
അത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാമൻ എഴുത്തച്ഛന്റെ രാമായണത്തിൽ അവതാര പുരുഷനും മറ്റേതിൽ സാധാരണ ഒരു മനുഷ്യനുമായിട്ടല്ലേ? അല്ലെ, മറ്റേതിലും അവതാര പുരുഷൻ തന്നെയാണ് വാൽമീകിയുടെ. പക്ഷെ വാൽമീകിയുടെ രാമൻ അവതാര പുരുഷനായിരിക്കെ തന്നെ വാൽമീകി ചിത്രീകരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. പക്ഷെ എഴുത്തച്ഛൻ ചിത്രീകരിക്കുന്നത് തന്നെ അവതാരമായിട്ടാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ മഹാവിഷ്ണു വന്ന് കൗസല്യയോട് നിനക്കിങ്ങനെ പുത്രൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനെപ്പോഴും പറയാം, ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന പോലെ പിറ്റേന്ന് ഇവരിത് മറന്നു പോകുന്നു. പിന്നെ അവർ ജീവിക്കുന്നത് രാമൻ സ്വന്തം മകൻ സാധാരണ കുട്ടിയായിട്ടാണ്. ഇതിനിടയ്ക്ക് വേറൊരു മഹർഷി വന്ന് ശ്രീരാമനോട് പറയുന്നു, അങ്ങ് അവതാരമാണെന്ന് പറയുന്നു. വലിയ ദീർഘമായ സ്തുതികൾ അവർ പറയുന്നു. പക്ഷെ രാമൻ പിന്നെയും രാമൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നു. ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ ഒരു പ്രകൃതി. അത് ശരിക്കും ഭക്തിക്ക് വേണ്ടി എഴുത്തച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അധ്യാത്മരാമായണം വായിക്കുന്ന ഒരാളിൽ രാമൻ ശരിക്കും പറഞ്ഞാൽ വിഗ്രഹം ധരിച്ച രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടുള്ള രാമനാണ് അധ്യാത്മരാമായണത്തിൽ. അത് നമ്മളെ പ്രവേശിച്ചിട്ട് നമ്മൾ ഭക്തി നിർഭരമായി അതിൽ അങ്ങനെ മുഴുകി രാമനാമമാണ് മോക്ഷോപായം, നമ്മൾക്ക് മോക്ഷത്തിന് ഉപായമായിട്ടുള്ളത്, നമ്മളുടെ സദ്ഗതിക്ക് ഉപായമായിട്ടുള്ളത് എന്ന് പറയുന്ന തരത്തിൽ എഴുത്തച്ഛൻ അതിനകത്ത് അദ്വൈതത്തിൻ്റെ അംശങ്ങൾ, ഉപനിഷത്തിൻ്റെ അംശങ്ങളെല്ലാം എഴുത്തച്ഛൻ സമഞ്ജസമായിട്ട് കലർത്തി അതൊരു അസാമാന്യമായ ബ്ലെൻഡാണ് അധ്യാത്മരാമായണം. നമ്മളെ ആദരപൂർവം നമ്മൾ ഇരു കൈകൾ കൂപ്പിപ്പോകുന്ന തരത്തിലുള്ള ഒന്നാണ് അധ്യാത്മരാമായണം. അതിനെ നമുക്ക് അങ്ങനെ ഭക്തി നിർഭരമായിട്ടേ സമീപിക്കാൻ പറ്റും. അധ്യാത്മരാമായണത്തിൽ നിന്ന് നമുക്ക് കഥാപാത്രത്തിൻ്റെ ആഴം മനസ്സിലാക്കാനോ ആ തരത്തിലൊന്നും പറ്റില്ല. പകരം നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരവസ്ഥയിൽ അധ്യാത്മരാമായണത്തെ വായിക്കാം. അധ്യാത്മരാമായണത്തെ ഭാഷാപരമായും വായിക്കാം. ഭാഷാപരമായി വായിച്ചാൽ അസാമാന്യമായിട്ടുള്ള ഒരു സാഹിത്യകൃതിയാണ്. വാൽമീകി രാമായണം എന്നത് നമ്മളുടെ മനുഷ്യാവസ്ഥകളുടെ ഏറ്റവും സൂക്ഷ്മ വിശകലനം അടങ്ങിയ പുസ്തകമാണ്. അപ്പോൾ നമ്മൾ വാൽമീകി രാമായണം വായിക്കാൻ ആരംഭിച്ചാൽ അത് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല. നമ്മളത് വാൽമീകി രാമായണമൊക്കെ നമ്മൾ ദിവസങ്ങളെടുക്കും നമ്മളങ്ങനെ വായിച്ചു തീർക്കാൻ. നമ്മളുടെ ഈ കൃത്യാന്തര ബാഹുല്യത്തിൻ്റെ ഇടയിൽ നമ്മൾ പല ജോലികൾ ചെയ്യുന്നതിനിടയിൽ നമുക്കത്ര എളുപ്പമല്ല ചെയ്യാൻ. അപ്പോൾ നമ്മൾ വാൽമീകി രാമായണത്തെ നമ്മൾ ആഴത്തിലകത്തേക്ക് പ്രവേശിച്ച് നമ്മൾ അതിലെ ഓരോ ഭാഗത്തിനും ഓരോ പദത്തിനും പ്രാധാന്യമുണ്ട്, അതിലെ ഓരോ ശ്ലോകത്തിനും പ്രാധാന്യമുണ്ട്. അത് മനുഷ്യാവസ്ഥയുടെ ഏറ്റവും സങ്കീർണമായ അവസ്ഥകളെ ചിത്രീകരിച്ച് വാൽമീകി രാമായണത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ബ്രഹ്മജ്ഞാനം നേടുക എന്നതാണ്. ഇന്ത്യയിലെ എല്ലാ കൃതികളും ലക്ഷ്യം വെച്ചത്, ആ കാലത്തെ കൃതികളെല്ലാം ഇതിഹാസങ്ങളെല്ലാം ലക്ഷ്യം വെച്ചത് നമ്മളൊരു ബ്രഹ്മബോധം ഉണ്ടാകണം എന്നാണ്. നമുക്ക് ബ്രഹ്മം എന്നത് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ നിരാകാരമായിട്ടുള്ള നിർമ്മമമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നത് നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് ഒരു ഭാരതീയ ഇതിഹാസവും പറയുന്നില്ല, ഉപനിഷത്തുകൾ പറയുന്നില്ല, ഭഗവത്ഗീത പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന മഹാചൈതന്യം അത് നിഷ്ക്രിയമാണ് എന്നാണ് പറയുന്നത്. അതൊട്ടും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ എല്ലാവരിലും അത് പ്രവർത്തിക്കുന്നു. അതായിട്ടതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഈ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രഹ്മം എന്നത് വന്നിട്ട് എനിക്ക് നാളെ ലോട്ടറി അടിക്കട്ടെ എന്നത് തീരുമാനിക്കുന്നില്ല. അല്ലെങ്കിൽ നിനക്ക് നാളെ ഒരു കഷ്ടപ്പാടുണ്ടാകട്ടെ എന്നും തീരുമാനിക്കുന്നില്ല. പകരം നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ മനുഷ്യൻ്റെ പ്രവൃത്തിയിലാണ് ഭാരതീയത ഊന്നൽ കൊടുത്തത്. മനുഷ്യൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അവൻ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതനാവാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ടാവുകയും അനന്ത വിചിത്രമായിട്ടുള്ള ജീവിതം നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മഹാഭാരതവും രാമായണവും നമ്മളെ പഠിപ്പിച്ചത്. ഇതൊരു അനന്ത വിചിത്രമായിട്ടുള്ള ജീവിതം നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണം. അതൊരു ബ്രഹ്മജ്ഞാനമാണ് അതിൻ്റെ ലക്ഷ്യം എന്നത് എല്ലാ സമയത്തും പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫലശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ധനധാന്യ ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം ലൗകികമായിട്ടുള്ള അഭിവൃദ്ധിയും അഭ്യുദയവും ഒക്കെ അത്യാവശ്യമാണല്ലോ, അതും അതിനോടൊപ്പം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക, നിങ്ങൾക്ക് ആത്യന്തിക ബോധം ഉണ്ടാവുക. ആത്യന്തിക ബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് കലഹമില്ല, നിങ്ങൾക്ക് പരസ്പര വൈരമില്ല, അസൂയയില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളിൽ നിങ്ങൾ മോചനം നേടുന്നതാണ് ആത്യന്തികമായ നിങ്ങളുടെ ഒരു വിലയനം എന്ന് പറയുന്നത്. അതുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഈ കൃതികൾ രണ്ടും അതാണ് പറയുന്നത്. അത് പറയുമ്പോൾ മനുഷ്യജീവിതം വെച്ചിട്ടാണ് അതിൻ്റെ വിശകലനം നടത്തിയിരിക്കുന്നത് മുഴുവൻ. അത് വാൽമീകി രാമായണത്തിലും അതെ, മഹാഭാരതത്തിലും അതെ. മഹാഭാരതം കുറച്ചുകൂടി വിപുലവും വിശാലവുമായിട്ടുള്ള
ജീവിത വൈവിധ്യങ്ങളെ തേടിപ്പോയപ്പോൾ വാൽമീകി കുറച്ചുകൂടെ കേന്ദ്രീകൃതമായി ശ്രീരാമനെയും സീതയെയും കേന്ദ്രത്തിൽ നിർത്തി, അതിൻ്റെ പരിസരത്ത് നിർത്തി വലിയ ഭക്തിയുടെയും ഈ ജീവിതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാമായണത്തിൽ ശ്രീരാമനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ് മിക്ക കഥാപാത്രങ്ങളും. ശ്രീരാമൻ്റെ അമ്മമാർ, ശ്രീരാമൻ്റെ അനുജൻ, ശ്രീരാമൻ്റെ പത്നി, ശ്രീരാമൻ്റെ പത്നിയുടെ സഹോദരിമാർ, ശ്രീരാമൻ്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയതുകൊണ്ട് ശ്രീരാമനോട് ശത്രുത ഉണ്ടാകുന്ന രാവണൻ, രാവണനോട് ശത്രുത ഉണ്ടാകുന്ന ശ്രീരാമൻ, അങ്ങനെ ശ്രീരാമനും ശ്രീരാമൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടവരാണ് അതിനകത്തെ എല്ലാവരും, ഏതെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാത്തൊരു കഥാപാത്രമുണ്ട് അതിൽ. ശ്രീരാമനുമായിട്ട് ഒരു തരത്തിലും ജീവിതത്തിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കഥാപാത്രമുണ്ട്, അത് ഹനുമാനാണ്. ഒരു ദിവസം വഴിയിൽ വെച്ച് പരിചയപ്പെടുന്നതാണ്. അവരെ സീതാന്വേഷണത്തിന് നടക്കുമ്പോൾ ഇർഷ്യമൂകാചലത്തിലിരിക്കുന്ന സുഗ്രീവന്റെ അടുത്ത് നിന്ന് സുഗ്രീവൻ ഭയചകിതനായിട്ട് ആരോ നമ്മെ ആക്രമിക്കാനാണ് ബാലി അയച്ചതാണെന്ന് തോന്നുന്നു, 2 വില്ലും അമ്പുമൊക്കെ ധരിച്ച ദീർഘകായന്മാരായിട്ടുള്ള കൃഷഗാത്രന്മാരായിട്ടുള്ള 2 പേര് വരുന്നു, പോയി നോക്കൂ എന്ന് പറഞ്ഞ് ഹനുമാനെ അയച്ചതാണ് കേട്ടോ, മുഖ്യ സജീവനായിട്ടുള്ള. അവിടെ വെച്ച് കണ്ട് ഈ ഹനുമാന്റെ പ്രവർത്തനത്തിൽ, ഹനുമാന്റെ വാക്യങ്ങളിൽ വിശ്വാസം തോന്നിയിട്ട് അയാളുമായിട്ട് ഗാഠസൗഹൃദത്തിലാവുകയാണ് അദ്ദേഹവുമായിട്ട്. ആ ഗാഠസൗഹൃദം മഹാഭക്തിയായി തീർന്ന്, നിരുപാധിക ഭക്തിയായി തീർന്ന്, ശ്രീരാമദാസനായി തീർന്ന്, ലോകത്തിന് മാതൃകയാവുന്ന തരത്തിലുള്ള ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മഹാചൈതന്യമായി തീർന്ന് ഏറ്റവും വലിയ യോഗേശ്വരനായിട്ടുള്ള ആളാണ്, യോഗിവര്യനാണ്. ഒരു തരം പ്രലോഭനത്തിലും കീഴ്പ്പെടുന്നില്ല. വാനരനാണ്, പക്ഷേ വാനര സ്വഭാവം ലങ്കയിൽ പ്രകടിപ്പിക്കുന്ന അല്ലാതെ ബാക്കി ഒരു സ്ഥലത്തും വാനര സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രം, ശ്രീരാമനോട് ഭക്തി എല്ലാവർക്കും ഉണ്ടാവാനുള്ള കാരണം ഹനുമാനാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഹനുമാന്റെ ഭക്തിയാണ് സംക്രമിച്ച് സകലരിലേക്കും ശ്രീരാമഭക്തിയായി തീർന്നത്. നിരുപാധിക ഭക്തി, ഒരു ഉപാധിയുമില്ല. എനിക്ക് ഇദ്ദേഹം എൻ്റെ പ്രാണനാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ദിവ്യമായിട്ടുള്ള ആ ഭക്തിയെ അടിസ്ഥാനമാക്കിയാണ് രാമായണത്തിൻ്റെ നിലനിൽപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് രാമായണം എല്ലാ അർത്ഥത്തിലും നമ്മളുടെ നിത്യജീവിതത്തിലും, നമ്മളുടെ സാധാരണ ജീവിതത്തിലും, ആധ്യാത്മിക ജീവിതമുണ്ടെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലും എല്ലാം എല്ലായ്പ്പോഴും പ്രകാശിക്കുന്ന, നമ്മളുടെ കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞു എന്ന് പറയുന്നത് പോലെ സദാഭാതി നിരന്തരം എന്ന്, ഉദയാസ്തമയവും ഉദയവും അസ്തമയവും ഇല്ലാതെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് രാമായണം എന്ന് ഇതിൻ്റെ ഭരതവാക്യമായിട്ട് പറയാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും ഏതൊരു ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ വിമലീകരണമാണ് അവിടെ സാധ്യമാകേണ്ടത്. ബാഹ്യമായി നമ്മൾ നടത്തുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജയോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഒരു വശത്ത്, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ വിമലീകരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ മനസ്സ് പവിത്രമായാൽ മാത്രമേ സഹജീവികളെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ മനസ്സിലെ മത്സരം മാറുകയുള്ളൂ. ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ പറയുന്നത് പോലെ വത്സ സൗമിത്രേ കുമാരനീ കേൾക്ക നീ മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകളെന്നാണ്. മറ്റുള്ളവരോടുള്ള, സഹജീവികളോടുള്ള മത്സരം നമ്മൾ വെടിയണം. വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ, സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും സമൃദ്ധമായ ഒരു പൊന്നിൻ ചിങ്ങം ആശംസിക്കുകയാണ്. അടുത്ത വിഷയവുമായി നമുക്ക് അകുമ്പുറത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. നമസ്കാരം.